ഇപ്പം നമ്മൾ വീട്ടിൽ ഹെൽത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എന്തൊക്കെ ഗെയിംസിന് പോകുന്നതിനെ പറ്റി കിഡ്സ് അവരുടെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ എത്ര ഫാമിലീസിൽ പൈസേനെ പറ്റി ഡിസ്കഷൻ നടക്കുന്നുണ്ട്? വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, ടെലിഗ്രാം ചാനൽസ് ഉണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽസിലാണെങ്കിലും മാർക്കറ്റിനെ പറ്റി ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ, ചിലപ്പോൾ പുള്ളിക്കാരി ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജിം ട്രെയിനർ ആയിരിക്കും, ഒരു ജിം ഇൻഫ്ലുവൻസർ ആയിരിക്കും. പുള്ളിക്കാരൻ വരെ റെക്കമെൻഡേഷൻ. ഇപ്പോൾ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വരുവാണ്, അപ്പോൾ ക്ലയൻറ്റ് എന്നോട് ക്രെഡിബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലെഡ്ജർ റിപ്പോർട്ട് കാണിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഗ്യാതറിങ്ങിൽ പോവാം, എന്നിട്ട് അവരോട് ചോദിക്കാൻ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ. നമസ്കാരം. നിക്ഷേപം എന്നത് സ്വയം കണ്ടെത്തലാണ്. അത് പണവും നമ്മളുമായുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്നു. റിസ്കിനോടുള്ള നമ്മുടെ സഹിഷ്ണുതയും അതേപോലെ തന്നെ അനിശ്ചിതത്വങ്ങളെ അച്ചടക്കത്തോടെ നേരിടാനുള്ള നമ്മുടെ കഴിവിനെയും അത് വ്യക്തമാക്കുന്നു. പറഞ്ഞിരിക്കുന്നത് അപ്രീഷിയേറ്റ് ഗുഡ്സിൻ്റെ ഫൗണ്ടറായ ജെറമിയാസെയാണ്. പലപ്പോഴും പണവും നമ്മളുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതാകാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരോടും പണം ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കാറുണ്ട്. എന്നാൽ ശരിയായ നിക്ഷേപം എങ്ങനെ നടത്താം, ശരിയായ നിക്ഷേപക ഉപദേശങ്ങൾ എങ്ങനെ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരാളാണ് ഇന്ന് വാല്യൂ പ്ലസിൻ്റെ അതിഥി, ലിവ് ലോങ് വെൽത്തിൻ്റെ ഫൗണ്ടറായ ഹരിപ്രസാദ് കെ. വെൽക്കം ടു വാല്യൂ. അപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ആകെപ്പാടെ ഒരു അനിശ്ചിതത്വമായിരുന്നു. അപ്പോൾ അന്ന് നമുക്കൊക്കെ ഒരുപാട് സമയമുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം മുതലാക്കിയ ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ ഒരു ഹാൻഡിക്രാഫ്റ്റ് നിർമ്മാണം മുതൽ ഒരു കോമഡി മുതൽ ഇൻഫ്ലുവൻസേഴ്സ് വരെ എത്തി നിൽക്കുന്നു ആ ഒരു ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരുന്ന ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ഉണ്ടായി. അപ്പോൾ ഇവർക്കൊരു പിടിവള്ളി വേണം, അല്ലെങ്കിൽ ഇവർക്കൊരു കൺട്രോൾ വേണം എന്ന് നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ട ഈ ബാപ്പ് ഓഫ് ചാർട്ട്സ് എന്ന് പറയുന്ന യൂട്യൂബറിനെയൊക്കെ നമ്മളത് കണ്ടു. അതിനീ പറയുന്ന ശക്തിമാൻ സ്ട്രാറ്റജി, 3D സൂപ്പർ സ്ട്രാറ്റജി. അവസാനം നമ്മൾ ഈ വ്യക്തിയുടെ ഒരു പ്രൊഫൈൽ പരിശോധിച്ച് കഴിയുമ്പം 2,89,00,000 രൂപ മാർക്കറ്റിൽ നഷ്ടമുണ്ടാക്കിയ ആളാണ്. പക്ഷേ കോഴ്സുകളിലൂടെ ഈ മനുഷ്യൻ നേടിയത് 17 കോടി രൂപയാണ്. അപ്പോൾ പലപ്പോഴും വ്യക്തിപരമായിട്ട് നഷ്ടമുണ്ടാക്കുന്നവർ അവർ വ്യാജമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതാണ് സംഭവം. അപ്പോൾ അന്ന് നമ്മുടെ ആ ഒരു സൈക്കയെ, ആ കോവിഡിൻ്റെ സമയത്തുണ്ടായിരുന്ന ആ സൈക്കയെ വളരെ ചൂഷണം ചെയ്തു. അപ്പോൾ സെബിക്ക് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം യഥാർത്ഥ നിക്ഷേപക ഉപദേശത്തിൻ്റെ ഒരു പ്രാധാന്യമല്ലേ കാണിക്കുന്നത്? കറക്റ്റ്, തീർച്ചയായിട്ടും. അപ്പോൾ കോവിഡിൻ്റെ ടൈമിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, അപ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല ആൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ടൈമിൻ്റെ മാത്രം ഒരു ഫാക്ടർ അല്ല. അപ്പോൾ ഇപ്പോൾ ജനറലി ഞാനൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ എല്ലാവരുടെയും വിചാരം ജോലി സ്റ്റേബിളാണ്. പക്ഷേ കോവിഡിൻ്റെ സമയത്താണ് നമുക്ക് തിരിച്ചറിഞ്ഞത് സ്റ്റേബിളായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. അതിനു മുമ്പ് ബിസിനസ് സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ ട്രേഡിങ്ങോ സ്റ്റോക്ക് മാർക്കറ്റോ സ്റ്റേബിൾ അല്ല. പക്ഷേ ജോലി എപ്പോഴും എല്ലാവരും ഒരു സ്റ്റേബിൾ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡിൻ്റെ ടൈമിൽ കുറേ ആൾക്കാർക്ക് ജോലി പോയി. അപ്പോഴാണ് ആൾക്കാർ വേറെ പല സോഴ്സസ് ഓഫ് ഇൻകം. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഓൾസോ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ അതൊരു നെസസിറ്റി ആയി മാറി. നേരത്തെ പല ആൾക്കാർ അതൊരു ലക്സുറി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഹാസ് ബിക്കം എ നെസസിറ്റി. ഏർലിയർ ഇറ്റ് വാസ് എ ലക്സുറി. അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ഈസി ആയിട്ട് ഒരാൾക്ക് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ആ ഒരു ടൈം മാം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ടൈം ഉണ്ടായിരുന്നു. കാരണം ഇൻ്റർനെറ്റ് മതി. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈസിയാണ്. നമുക്ക് അത്യാവശ്യം ബേസിക് നോഹോ ഉണ്ട്, ബേസിക് മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ പിന്നെ വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു മാർക്കറ്റിനെ പറ്റിയുള്ളൊരു കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ്. അപ്പോൾ അത് തന്നെയാണ് പല യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളും ചൂഷണം ചെയ്തത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ മാമിനോട് പറയാണ് വിത്ത് 1 lakh യു ക്യാൻ മേക്ക് ഒരു 20,000 or 30,000 ഓൺ ആനുവൽ ബേസിസ്. മാം അതിനകത്ത് അട്രാക്റ്റഡ് ആവില്ല. നേരെ തിരിച്ച് ഞാൻ പറയാണ് വിത്ത് 1 lakh മാമിന് ഈ പറഞ്ഞ 1 lakh ഒരു 10 lakhോ 20 lakhോ അല്ലെങ്കിൽ ഒരു 50 lakhോ ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമിന് നാച്ചുറലി മാം അതുമായിട്ട് അട്രാക്റ്റഡ് ആവും. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നമ്മൾ കേട്ടതും അറിഞ്ഞതും എല്ലാം ഇൻ്റർനെറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ പല പല സിനിമയിൽ നിന്നാണ്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ കാണുന്നത് എന്താ, സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ സിമ്പിളായിട്ടൊരു സംഭവമാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ പോയ ഒരു കഥയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും മൂവിയോ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ മൂവിനകത്തും 5 പൈസ ഇല്ലാത്ത ഒരാൾ വരും, അയാൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ആ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് അയാൾ ഒരുപാട് പൈസ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും കണ്ട സ്റ്റോറി അങ്ങനെയാണ്.
അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യണതും ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ എളുപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഈ പറഞ്ഞ പല ഫേക്ക് ട്രേഡേഴ്സും യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സും ആൾക്കാരും ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ MLM എടുത്താലും ഈ പറഞ്ഞ ഫേക്ക് സ്പിരിച്വൽ ഗുരൂസ്, ഫേക്ക് ബിസിനസ് കോച്ചസ്, ഇവരെല്ലാവരും ചൂഷണം ചെയ്യുന്നത് ആൾക്കാരുടെ ഒരു അൺഅവെയർനെസ് ആണ്. അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഫീൽഡല്ല, ഏത് ഫീൽഡ് എടുത്താലും ആൾക്കാരുടെ ഒരു ഗ്രീഡ് അല്ലെങ്കിൽ ഒരു അൺഅവെയർനെസ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചൂഷണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ പറയുമ്പോഴേ ഹരി പറഞ്ഞ ക്വിക്ക് മേക്കിംഗ് ഓഫ് മണി, എങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം, ഇത് മലയാളിക്ക് ഇപ്പോഴുള്ള ഒരു പ്രശ്നമല്ല. നമ്മൾ ഈ ആട്, തേക്ക്, മാഞ്ചിയം തൊട്ട് നമ്മൾ കാണുന്നതാണ്, നാഗമാണിക്യം, റൈസ് പുള്ളർ, ഇതൊക്കെ നമുക്ക് സ്വാഭാവിക വിദ്യാഭ്യാസം അല്ല ബേസിക് വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ഇതിൽ കൂടെയൊക്കെ പണം ഉണ്ടാക്കുക. പക്ഷേ എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള പോൺസി സ്കീമുകളിലും ഈ പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീമിൽ ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും 2 വട്ടം ഇട്ടിട്ട് ഇതിൻ്റെ താഴെ 2 പേര്, ഇതിൻ്റെ താഴെ 2 പേര്, 4 പേര് അതിൻ്റെ താഴെ വരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നു. അപ്പോൾ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് അത് നമുക്ക് ആരെയാണ് റിലേ ചെയ്യുന്നത്? ഇപ്പോൾ ഈ പറയുന്ന സെബി തന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ ചെവിക്ക് പിടിച്ചിട്ടുണ്ടല്ലോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ. അപ്പോൾ സെബി പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്താണ്? അപ്പോൾ മാം, സെബി പറയുന്ന കാര്യങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ഞാനൊരു ബേസിക് കാര്യം പറയാം. ഇപ്പം ഇപ്പോൾ ഫിനാൻസ്, ഇപ്പം നമ്മൾ വീട്ടിൽ ഹെൽത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എന്തൊക്കെ ഗെയിംസിന് പോകുന്നതിനെ പറ്റി കിഡ്സ് അവരുടെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ എത്ര ഫാമിലീസിൽ പൈസേനെ പറ്റി ഡിസ്കഷൻ നടക്കുന്നുണ്ട്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് റിയലിസ്റ്റിക്കാണ്? കാരണം പൈസേനെ പറ്റി ആലോചിക്കുന്നതോ സംസാരിക്കുന്നതോ ഓക്കെ ഇപ്പോൾ വേണ്ട, ഞാൻ പൈസ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാം, ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ റിയലിസ്റ്റിക് എന്താ അൺറിയലിസ്റ്റിക് എന്താന്ന് പല ആൾക്കാർക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അറിയില്ല. പിന്നെ ഇപ്പോൾ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, ഈ പറഞ്ഞ ചെറിയൊരു എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിരിക്കും അയാളുടെ ഗോള്. പക്ഷേ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്കറിയാം എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം, എന്താണ് റിയലിസ്റ്റിക്, എന്താ അൺറിയലിസ്റ്റിക്. പക്ഷേ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന ഒരു ബിഗിനർ ഇപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ ട്രാപ്സിനകത്ത്, ഇപ്പോൾ MLM ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഈ പോൺസി സ്കീംസ് ആണെങ്കിലും ട്രാപ്പിൽ വീഴുന്ന ആൾക്കാർ എപ്പോഴും ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ബിലോ മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. കാരണം അവർക്കാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കേണ്ടത്. പൈസ ഉള്ളവർക്ക് അറിയാം എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണേ, എന്താ റിയലിസ്റ്റിക്, എന്താ അൺറിയലിസ്റ്റിക്. അപ്പോൾ ഈ പറഞ്ഞൊരു എഡ്യൂക്കേഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ സ്കൂൾസ് അല്ലെങ്കിൽ കോളേജസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നാച്ചുറലി അട്രാക്റ്റഡ് ആവുന്ന ഈ അൺറിയലിസ്റ്റിക് ഡ്രീംസിലായിരിക്കും. അപ്പോൾ സെബിയും ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അവയർനെസ് അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ മാക്സിമം ആൾക്കാരിലോട്ട് എങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സെബി കൊണ്ടുവന്ന പല റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ അഡ്വൈസറി, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അഡ്വൈസറി, നേരത്തെ ഇപ്പം എല്ലാ ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു വിവരമില്ലാത്ത ആൾക്കാരും ഈ സ്റ്റോക്ക് മേടിക്കുക, ആ സ്റ്റോക്ക് വിൽക്കുക, ഇഷ്ടംപോലെ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, ടെലിഗ്രാം ചാനൽസ് ഉണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽസിലാണെങ്കിലും മാർക്കറ്റിനെ പറ്റി ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. ചിലപ്പോൾ പുള്ളിക്കാരി ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജിം ട്രെയിനർ ആയിരിക്കും, ഒരു ജിം ഇൻഫ്ലുവൻസർ ആയിരിക്കും. പുള്ളിക്കാരൻ വരെ റെക്കമെൻഡേഷൻ കൊടുക്കുക, ഇത് മേടിക്കുക, ഇത് വിൽക്കുക. അപ്പോൾ ഒരുപാട് ഓഡിയൻസ് ബേസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതിൽ നിന്ന് ഇവർ പൈസ ഉണ്ടാക്കും, പറയുന്ന ആൾക്കാർ പൈസ ഉണ്ടാക്കും. പക്ഷേ ഇതനുസരിച്ച് ആക്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് പൈസ ലോസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെബി കൊണ്ടുവന്ന ഒരു റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വൈസറി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെബി ലൈസൻസ് നേരത്തെ മാൻഡേറ്ററി ആണ്, പക്ഷേ അത് ഭയങ്കര ലൂസ്ലി ഹെൽഡ് ആണ്. അതിപ്പോൾ സെബി എൻഫോഴ്സ് ചെയ്ത് തുടങ്ങി. ലൈസൻസ് ഇല്ലാണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫൈൻ ഇമ്പോസ് ചെയ്ത് തുടങ്ങി. അതിപ്പോൾ മാം പറഞ്ഞ പോലെ ഇപ്പോൾ യൂട്യൂബിനകത്ത് ഫോൾസ് പ്രോമിസസും കാര്യങ്ങളും വെച്ചിട്ട് എഡ്യൂക്കേഷനും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 17 crore ഫൈൻ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറിൻ്റെ പൊക്കത്ത് ഇമ്പോസ് ചെയ്തു സെബി. അതിന് മുമ്പ് മാം പറഞ്ഞ ഒരു യൂട്യൂബറിന് നിയർലി എത്ര 5 or 6 crore ഫൈൻ ഇമ്പോസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു MLM വരും, പോലീസ് പിടിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സിമ്പിളായിട്ട് ഇഷ്ടംപോലെ MLM സ്കാംസ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് വെച്ചിട്ട് പിന്നീട് സ്കാംസ് ഉണ്ടാവാണ്ടിരുന്നിട്ടുണ്ടോ? നമുക്കറിയാം MLM സ്കാമാണ്. പക്ഷെ എന്നാൽ പോലും എല്ലാ 3 മാസം ഇതേപോലെ വലിയ വലിയ പോൺസി സ്കാംസും വേറെ MLM സ്കാംസും പിന്നെയും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഓരോ പ്രാവശ്യം ഇതിനകത്തോട്ട് ട്രാപ്പ് ആവുന്ന പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യയുടെ മേജർ ഇപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സ്കാംസും പോൺസി സ്കീംസും ഒക്കെ ഇന്ത്യയിൽ വരാനുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴും ഫ്രഷ് ചങ്ക് ഓഫ് ആൾക്കാർ വരുന്നുണ്ട്.
അപ്പോൾ എല്ലാ വർഷവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം പേര് 18, 19, 20 വയസ്സ് കാറ്റഗറി വരുന്നുണ്ട്. അവരാണ് കൂടുതലും ഈ പറഞ്ഞ സ്കാംസിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സെബി ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നാൽ പോലും ഒരു ഗ്രൗണ്ട് ലെവൽ ഇതിനെ മാനേജ് ചെയ്യണമെങ്കിൽ വീട്ടിൽ തന്നെ ഡിസ്കഷൻ ഉണ്ടാവണം. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ പിള്ളേരോട് പഠിക്കുന്നുണ്ട്, ഓക്കെ എൽഡേഴ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ പേരൻസ് അവരുടെ കിഡ്സിനോട് പറയണം, ഓക്കെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്കാംസ് ഉണ്ട്, ഇങ്ങനെയുള്ളതിനകത്തൊന്നും പെടാതിരിക്കുക. അത് നമ്മളൊരു ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷനിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്താലേ ഒരാൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ മെച്യൂരിറ്റി വരുള്ളൂ. അല്ലെങ്കിൽ അവൻ ആദ്യമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവൻ കോളേജിൽ ചേർന്ന് തുടങ്ങുമ്പോൾ അവൻ നാച്ചുറലി ഇങ്ങനെയുള്ള ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീംസിനകത്ത് അട്രാക്റ്റഡ് ആവും. ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം ഹരി, ഇപ്പൊ ഇവര് വ്യാജ തെളിവുകളും ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ തുടക്കക്കാരിക്ക് ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം വ്യാജ സ്ക്രീൻഷോട്ടുകൾ, ഞാൻ ഇത്ര രൂപയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടിയതെന്ന് പറയും. നമ്മൾ ഈ പറഞ്ഞ ചാർട്ട് ഓഫ് ബാപ്സിന്റെ കാര്യം ഉള്ള അങ്ങനെയുള്ള ആൾക്കാർ പോലും ഇവര് പറയുന്നത് ഇവർക്ക് വലിയ ലാഭമാണ് ഉണ്ടാകുന്നത്. പക്ഷെ പലപ്പോഴും ഇവർ ലാഭം ഉണ്ടാക്കുന്നത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ കൂടെയാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ശരിക്കും ഇവര് കൈപൊള്ളിയവരായിരിക്കും. അപ്പൊ ഇത് സാധാരണക്കാരന് കണ്ടുപിടിക്കാൻ എന്താണ് വഴി? അതാണ് മാം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പണ്ടത്തെ സംഭവത്തിനകത്ത് ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോഴും ഇത് ഭയങ്കര സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഫീൽഡ് ഭയങ്കര ഗ്രൂമിംഗ് ആണ്, സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വരാണ്. അപ്പോൾ ക്ലയൻറ്റ് എന്നോട് ക്രെഡിബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലെഡ്ജർ റിപ്പോർട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ പല ബ്രോക്കേഴ്സും വേരിഫൈഡ് ലെഡ്ജർ റിപ്പോർട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലെഡ്ജർ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേരിഫൈഡ് P&L നോക്കിക്കഴിഞ്ഞാൽ മാമിന് അറിയാൻ പറ്റും ഞാൻ എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ പറഞ്ഞ P&L സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻഡിവിജ്വൽ വെരിഫൈ ചെയ്യുക. ഇപ്പോൾ മാം എൻ്റെ അടുത്ത് പഠിക്കാൻ വരുമോ, അല്ലെങ്കിൽ ഞാൻ മാമിൻ്റെ അടുത്ത് പഠിക്കാൻ വരുവാണെങ്കിൽ മാം മാർക്കറ്റിൽ നിന്നാണോ പൈസ ഉണ്ടാക്കുന്നത് അതോ കോഴ്സ് വിട്ടിട്ടാണോ പൈസ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയണമെങ്കിൽ ഞാൻ മാമിൻ്റെ വേരിഫൈഡ് P&L ആദ്യം നോക്കണം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റും മാം ഡേ ടു ഡേ ബേസിസിൽ എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എടുത്തു കഴിഞ്ഞാൽ മാമിൻ്റെ P&L എന്താണെന്ന് എനിക്ക് അതിൽ നിന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഈ P&L സ്റ്റേറ്റ്മെൻറ്റ് എന്താ, വേരിഫൈഡ് P&L എന്താ, പിന്നെ ലെഡ്ജർ റിപ്പോർട്ട് എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇത് അറിഞ്ഞാൽ മാത്രമേ ഇത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു അവയർനെസ് പലർക്കും ഇല്ല. അവർ പെട്ടെന്ന് ഈ പറഞ്ഞതിൽ അട്രാക്റ്റഡ് ആവുന്ന എന്തിനകത്ത് ഈ പറഞ്ഞ വലിയ പ്രൊഫൈൽ സ്ക്രീൻഷോട്ട്. അപ്പം ഇപ്പോൾ ഏറ്റവും മോശം സംഭവം എന്ന് വെച്ചാൽ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫേക്ക് സോഫ്റ്റ്വെയർസ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഈ പറഞ്ഞ വലിയ പ്രോഫിറ്റും വലിയ ലോസും കാര്യങ്ങളൊക്കെ കാണിച്ച് ആൾക്കാർ അട്രാക്റ്റ് ആവും. പക്ഷേ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ, ഒരാളുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ വേരിഫൈഡ് P&L നോക്കുക, പിന്നെ P&L സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഈ പറഞ്ഞ സാധനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും ഈ ഇപ്പം ഞാൻ മാമിനോട് പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ദിൽ ഗോ ഔട്ട് ഓഫ് ബിസിനസ്. അപ്പോൾ വേരിഫൈഡ് P&L സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ മാർക്കറ്റിൽ നിന്ന് എന്ത് പൈസ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഹരി പറഞ്ഞതുപോലുള്ള വലിയൊരു പ്രശ്നമാണ് ഈ ഫാഷനിസ്റ്റുകളും ജിം ട്രെയിനേഴ്സും ഒക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുക എന്ന് പറയുന്നത്. അത് വലിയൊരു അപകടമാണ്. ഇപ്പോൾ നമ്മൾ ഈ വ്യാജ ഡോക്ടർമാർ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്, വ്യാജ ഡോക്ടർമാർ എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, അതേ അപകടം തന്നെ ഇതിനകത്തും പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഹരിയെ സംബന്ധിച്ചിടത്തോളം സെബി ലൈസൻസ് നേടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ആധികാരികത ഉറപ്പാക്കാൻ സെബി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ സാധിക്കും. എന്നോട് പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ സെബി ലൈസൻസ് നേടുക? തീർച്ചയായും നമുക്ക് സെബി ലൈസൻസ് കിട്ടാൻ വേണ്ടി നമുക്കൊരു പ്രോസസ്സുണ്ട്. സെബിയുടെ തന്നെ ഒരു സ്ക്രൂട്ടിനി ഉണ്ട്, കുറച്ച് പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രോസസ്സായിട്ട് തന്നെ മാമിനോട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ സംഭവം ഒരു പ്രിലിമിനറി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NASM കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ഉണ്ട്. അപ്പോൾ സെബിയുടെ RA ലൈസൻസിന് റിസർച്ച് അനലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ NASM കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് അനലിസ്റ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുക. അതാണ് ഒരു പ്രിമിറ്റീവ് സെറ്റ്. ഈ പറഞ്ഞ എക്സാം ക്ലിയർ ചെയ്യാനുള്ളൊരു ഡിഫിക്കൽട്ടി മാം എന്നോട് ചോദിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ അത് ബേസിക്കലി നമ്മളിത് എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു PDF കിട്ടും. എനിക്കൊന്ന് നിയർലി ഒരു 150 പേജസ് PDF ആണ്. അത് നമ്മൾ ക്ലിയർ ചെയ്താൽ തന്നെ നമുക്ക് NASM ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് NASM ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാൾക്ക് ഒന്ന് പെട്ടെന്നൊന്ന് റെഫർ ചെയ്തത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പുറകിലും വലിയൊരു സ്കാം ഉണ്ട്. അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചില ആൾക്കാർ ഈ NASM സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്യും, എന്നിട്ട് അവർ സെബി രജിസ്റ്റേർഡ് ആണ്.
NSS സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്യുന്നത് ആർക്കും ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എനിക്കിപ്പോൾ ബാംഗ്ലൂർ ഓഫീസ് 50 പേരുണ്ട്, അതിനകത്ത് 30 പേർക്കും ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ അത് സെബി രജിസ്ട്രേഷൻ അല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരാൾ NSS സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്തിട്ട് അത് സെബി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല സെബി രജിസ്ട്രേഷൻ, അത് പ്രിലിമിനറി ആണ്. അതിനുശേഷം സെബിയുടെ തന്നെ സെബി SIP പോർട്ടൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, സെബിയുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ RAക്ക് വേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റിസർച്ച് അനലിസ്റ്റിന് 2 കാറ്റഗറി ഉണ്ട്, ഇൻഡിവിജ്വൽ റിസർച്ച് അനലിസ്റ്റ് ഉണ്ട്, കോർപ്പറേറ്റ് RA ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയാണ് നമുക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം പിന്നെ സെബിയുടെ സൈഡിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യും. അവർ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് തരും. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റിനകത്ത് ഇപ്പം എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ അന്നത്തെ കേസ് വെച്ച് ഞാൻ പറയാം. അന്നത്തെ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് കുറേ അണ്ടർടേക്കിങ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. പിന്നെ അവർ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കും. പിന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമുക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനകത്ത് ഉള്ള വർക്ക് എക്സ്പീരിയൻസ് എന്താ. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കേസിനകത്താണെങ്കിലും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് കിട്ടും. അപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് കാണിക്കേണ്ടി വന്നു. പിന്നെ എൻ്റെ മാർക്കറ്റിനകത്ത് എൻ്റെ പ്രൊഫഷൻസി എനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി എൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു, എങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ റിസർച്ച് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുമ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്, എൻ്റെ ട്രേഡിംഗ് സിസ്റ്റംസിൻ്റെ ലോജിക് എന്താ, എങ്ങനെയാണ് ഞാൻ റിസർച്ച് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താ, എനിക്ക് എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഈ റിസർച്ച് ആക്ടിവിറ്റീസ് കേറ്റർ ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മളൊരു ബിസിനസ് പ്ലാൻ കൊടുക്കേണ്ടി വരും, എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് കംപ്ലയൻസ് പ്രൂഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മോറലെസ് ഒരു ബിസിനസ് സ്റ്റഡി പോലെ, ഒരു ബിസിനസ് മോഡൽ പോലെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സെബിയുടെ ഫ്രണ്ടിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം അവർ ഇൻ്റർവ്യൂസിന് വിളിക്കും. അപ്പോൾ ആ ഇൻ്റർവ്യൂസിൻ്റെ സമയത്ത് അവർ നമ്മുടെ ടെക്നിക്കൽ നോളേജ് ചെക്ക് ചെയ്യും, പിന്നെ ഫണ്ടമെൻ്റൽ നോളേജ് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ അവർ നമുക്ക് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫുൾ പ്രോസസ്സ്, ഞാനത് സത്യം പറഞ്ഞാൽ ഈ പ്രോസസ്സ് ചെയ്തത് കോവിഡിൻ്റെ ടൈമിലാണ്. എനിക്ക് ഫുൾ പ്രോസസ്സ് സർട്ടിഫിക്കറ്റ് കൈ കിട്ടാൻ നേടി 2 വർഷം സമയം എടുത്തു. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ സാധാരണക്കാരൻ കാണുന്നത് പോലെ ഒരു 20-20 ക്രിക്കറ്റ് ഗെയിം പോലെയാണ്. ഇതിങ്ങനെ സ്കോർ പോകുന്നു, ഇനി അടുത്ത ബോളിൽ ഒരു 6 അടിക്കുമോ, ആ 6 അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ 6ഉം അതിൻ്റെ കൂടെ ഒരു നോ ബോളും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ടീം ജയിക്കും, അങ്ങനെയൊക്കെയുള്ള ചില അൺസർട്ടനിറ്റീസ് ഉള്ള ഗെയിംസ്. അപ്പോൾ ഇവർ പലപ്പോഴും നോക്കുന്നത് നിഫ്റ്റി അത് പച്ചയാണോ, നിഫ്റ്റി ബാങ്ക് പച്ചയാണോ, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ സെൻസെക്സ് പച്ചയാണോ. അപ്പോൾ ഇത് കാണുന്നു, ചില സ്റ്റോക്കുകൾ പച്ച കാണുന്നു. ഇതിൻ്റെ ബേസിസിൽ, ഈ നമ്പറിൻ്റെ ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് പലപ്പോഴും നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വരുന്ന വിഷ്വൽ തന്നെ ഇങ്ങനെ ആ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന ചില ആൾക്കാരാണല്ലോ. അപ്പോൾ അതിനപ്പുറമായിട്ട് ഓരോ കമ്പനികൾക്കും അവരുടേതായിട്ടുള്ള ഡേറ്റ ഉണ്ട്, ഓരോ കമ്പനികൾക്കും അവരുടേതായ സാമ്പത്തിക ആരോഗ്യമുണ്ട്. അത് പഠിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യമുണ്ട്? തീർച്ചയായിട്ടും മാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ് മാം പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഗ്യാതറിങ്ങിൽ പോവാം, എന്നിട്ട് അവരോട് ചോദിക്കാൻ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ. കുറേ ആൾക്കാരൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അവരോട് ചോദിക്കാൻ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നേ പറയുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഫീൽഡിനകത്ത് നമുക്കറിയാം 95% ആൾക്കാർക്ക് നഷ്ടം ഉണ്ടാകുന്നത്. പക്ഷേ ട്രേഡ് ചെയ്യുന്ന ഒരു 100 പേരോട് നിങ്ങൾ ചോദിക്കുക പൈസ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നേ പറയുള്ളൂ. അതാണ് അതിനകത്തുള്ളൊരു ഫസ്റ്റ് ഒരു ഫോൾസ് ഇത്. പിന്നെ രണ്ടാമത്തെ കേസ് മാം പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിനകത്തോട്ട് വരുന്നത് ഒരു ഹോബി ആയിട്ടാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 100 പേര് ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ അതിനകത്ത് ഒരാളെ സീരിയസ് ആയിട്ട് ഇതൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടുള്ളൂ. ബാക്കി 99 ആൾക്കാരും ഇതൊരു ഹോബി ആയിട്ടാണ് കൺസിഡർ ചെയ്യണം. ഓക്കെ, എനിക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് 10 മിനിറ്റ് സമയം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഓഫീസിലോട്ട് രാവിലെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അരമണിക്കൂറുണ്ട്, ആ ടൈമിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പൈസ ഉണ്ടാക്കാം. ആൾക്കാർ ഇത് ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിനെക്കാട്ടും കൂടുതൽ ഇതൊരു ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഇതൊരു ഹോബി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനകത്തൊരു സ്ട്രാറ്റജിക് അപ്രോച്ച് ഇല്ല. അത് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലേമാൻ ടേംസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈവനിങ് ഒരു സൺഡേ ഈവനിങ് ആണ് ടർഫിൽ നമ്മൾ കളിക്കാൻ പോകുന്നതും ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്നൊരു ടീം പ്രാക്ടീസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ടർഫിൽ ജസ്റ്റ് ഹോബി ആയിട്ടാണ് പോകുന്നത്. മറ്റേന്ന് വെച്ചാൽ അവരതൊരു പ്രൊഫഷൻ, ഒരു കരിയറായിട്ട് അത് കാണുന്നത്. അപ്പോൾ അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിനകത്തോട്ട് വരുമ്പോൾ നമ്മളൊരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് എടുക്കേണ്ടത്. അതല്ലാണ്ട് നമ്മൾ ഇവിടെ ഒരു ടൈം പാസിന് അല്ലെങ്കിൽ ഒരു ഹോബി ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 100 കൂട്ടം വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് വരിക. നമുക്കൊരു പ്ലാൻ വേണം, ഒരു ക്രിസ്റ്റൽ ക്ലിയർ പ്ലാൻ വേണം. ഓക്കെ, എന്ത് റിട്ടേൺ ആണ് നമ്മൾ നോക്കുന്നത്, എന്ത് ക്യാപിറ്റലാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്താ.
പല ആൾക്കാരും ട്രേഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ആലോചിക്കുന്നത് എത്ര ലോസ് വരെ എനിക്ക് എടുക്കാം. പൊസിഷനകത്തോട്ട് പൈസ ഇട്ടതിന് ശേഷമാണ് അവർ ആലോചിക്കുന്നത് ഓക്കെ എത്ര ലോസ് വരെ എനിക്ക് എടുക്കാം. അങ്ങനെയല്ല, നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എക്സിറ്റ് പ്ലാൻ ഫിക്സ്ഡ് ആയിരിക്കണം. എവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്, എക്സിറ്റ് ചെയ്യാൻ എൻ്റെ പ്ലാൻ എന്താ, എൻ്റെ സ്ട്രാറ്റജി എന്താ. അപ്പോൾ ആ ഒരു പ്ലാൻ ഇല്ലാണ്ട് ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ തന്നെ വൈപ്പ് ഔട്ട് ആവും. അപ്പോൾ പല ആൾക്കാർക്കും ഇതിപ്പോൾ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിനകത്തും പല ആൾക്കാർക്ക് വരുന്ന ഫെയിലിയർ എന്താ, ഒരു ബിസിനസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അവർ ബാക്കപ്പ് പ്ലാനും കണ്ടീജൻസി പ്ലാനും എവിടെയാണ് അവർ എക്സിറ്റ് ചെയ്യേണ്ടത്, ബാങ്ക്രപ്സി വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ബിസിനസ്സിന്, അതിന് മുമ്പേ അവർക്ക് എക്സിറ്റ് ചെയ്യാം. അതേപോലെ ട്രേഡിങ്ങിലും നമ്മൾ എൻട്രി ചെയ്യണതിന് മുമ്പേ തന്നെ നമ്മുടെ എക്സിറ്റ് പ്ലാൻ ക്ലിയർ ആയിരിക്കണം. നമ്മൾ എന്താണ് ഇതിന് ടാർഗറ്റ് നോക്കുന്നത് അതും നമ്മൾ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റിസ്ക് മാത്രമേ നമ്മൾ ഈ ട്രേഡിനകത്തോട്ട് അലോക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നേരെ തിരിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മുടെ കൺട്രോൾ ചെയ്യുന്നു പോകും. ഇതാണ് ആൾക്കാർക്ക് വരുന്നൊരു നമ്പർ 1 പ്രോബ്ലം ബിഗിനേഴ്സിന്. ഇപ്പോൾ ഹരി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ റിലയൻസിൻ്റെ വലിയ ഔട്ട്ലെറ്റുകൾ ചില പ്രദേശങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 വീക്സ് കഴിയുമ്പോൾ അത് അടച്ചു പൂട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്തുകൊണ്ട് കുറച്ചുകൂടെ പരീക്ഷിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന സ്ട്രാറ്റജിയാണ്, നമ്മൾ ഈ പറയുന്ന പോലെ മുഴുവൻ മുടിഞ്ഞു കഴിഞ്ഞിട്ട് അടച്ചു പൂട്ടലിലേക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഈ ഹരി പറഞ്ഞതിനകത്ത് വേറൊരു അപകടം കൊണ്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാനൊരു ട്രാവൽ ചെയ്തപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് 7 പേരുണ്ടായിരുന്നു. അപ്പോൾ 7 പേരിൽ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച റെയിൽവേയുടെ സ്റ്റോക്കുകളൊക്കെ കയറി. അപ്പോൾ നമ്മൾക്കറിയാമല്ലോ, ആ 21,000 നിന്ന് നിഫ്റ്റി 22,000 കയറുന്നു, സെൻസെക്സ് 72,000 നിന്ന് 73,000 കയറുന്നു. ഒരു ചെറിയ ദിവസങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് 9 ലക്ഷം രൂപ. അപ്പോൾ ഞങ്ങളെല്ലാവരും വാവ്, നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ഓവർ ടൈം ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരാണ് ഈ ഗ്രൂപ്പിലെല്ലാവരും. അപ്പോൾ നമ്മൾ ബാക്കി 6 പേരും പെട്ടെന്ന് ഇൻസ്പയർഡ് ആകുകയാണ്. 9 ലക്ഷം രൂപയാണ് പുള്ളി 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടുണ്ടാകാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയൊരു അപകടമാണ്. കാരണം നമുക്കറിയാം ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ വന്നിട്ട് ഈ പറയുന്ന അപകടകരമായ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര രസമുള്ള ഗെയിമാണ് എന്ന രീതിയിൽ ആൾക്കാരെ ഒരു ഹോബി മൂഡിലേക്ക് ആക്കുന്നു, ഒരു ഡിജിറ്റൽ നഡ്ജിങ് കൊടുക്കുന്നു. നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര പൈസ ഉണ്ട്. അത് വലിയൊരു അപകടം അതിനകത്തില്ല. ഇപ്പോൾ കാരണം ഈ ചെയ്യുന്ന ആൾക്കാർ ഇവരൊരു മെസയ്യാസ് ഓഫ് ട്രേഡിങ് അല്ലെങ്കിൽ മെസയ്യാസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു റോങ് നോഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും മാം, അത് ഞാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് ഒരാൾ ബൈക്കിലിരുന്ന് ട്രേഡ് ചെയ്യുന്നു, ഒരാൾ കാർ ഓടിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നു, ബീച്ചിലിരുന്ന് ട്രേഡ് ചെയ്യുന്നു, പിന്നെ മുടി വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ട്രേഡ് ചെയ്യുന്നു. നമ്മൾ ഇഷ്ടംപോലെ ആഡ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കമ്പനീസിൻ്റെ പേര് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. ഓളിയം ട്രേഡ്, പിന്നെ ഈ പറഞ്ഞ ഇതിൽ അങ്ങനെ കുറേ ഓളിയം ട്രേഡിനാണ് കൂടുതൽ, IQ ഓപ്ഷൻസ്, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ആഡ്സ് നമ്മൾ പല ഫേക്ക് പ്ലാറ്റ്ഫോംസിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ പറഞ്ഞ ഇവർ മാർക്കറ്റ് മേക്കിംഗ് ബ്രോക്കേഴ്സ്. ഇപ്പോൾ ബ്രോക്കേഴ്സിനകത്ത് തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇവർ കൂടുതലും ഫോറക്സ് CFDs ആയിട്ടാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബ്രോക്കേഴ്സിനകത്ത് തന്നെ CFD ബ്രോക്കേഴ്സ്, മാർക്കറ്റ് മേക്കിംഗ് ബ്രോക്കേഴ്സും ഉണ്ട്, അതല്ല ഈ പറഞ്ഞതിൽ ECN നെറ്റ്വർക്ക് ബ്രോക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഇവർ മാർക്കറ്റ് മേക്കിംഗ് ബ്രോക്കേഴ്സ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവർ തന്നെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റും നമ്മുടെ ഇൻട്രസ്റ്റും രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണെന്ന് അവരുടെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നുണ്ട്. പക്ഷേ അവർ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുമ്പോഴെന്താ പൈസ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അവർ തന്നെ വെർച്വൽ ട്രേഡിംഗ് ഇത് തരും. അപ്പോൾ വെർച്വൽ ട്രേഡിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പൈസ ഉണ്ടാക്കും. പിന്നെ അവർ പറയും ഓക്കെ അങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ പൈസ ഉണ്ടാക്കുന്ന പോലെ അവർ കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പറയും നിങ്ങൾ $100 ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് $100 ബോണസ് തരും. $100 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ $200 കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് സ്കാമാണ്. പക്ഷേ ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഓക്കെ $100 ഞാൻ ഇട്ട് $200 കിട്ടി, ഞാൻ വെർച്വൽ ട്രേഡിംഗ് അല്ലെങ്കിൽ പേപ്പർ ട്രേഡിംഗ് ചെയ്തപ്പോൾ ഞാൻ പൈസ ഉണ്ടാക്കി. അപ്പോൾ അവനെന്താ $100 ഇടും, ചിലപ്പോൾ ആദ്യത്തെ 1-2 പ്രാവശ്യം ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കും, കൂടുതൽ പൈസ അവൻ കൊണ്ടുവരും, മൊത്തം അവൻ കളയും. എന്നിട്ട് അവൻ പറയും ട്രേഡിംഗ് തെറ്റാണ്, ട്രേഡിംഗ് സ്കാമാണ്. പക്ഷേ ട്രേഡിംഗ് അല്ല സ്കാം. ഇവൻ ചെയ്ത പ്ലാറ്റ്ഫോം സ്കാം ആയിരിക്കും, അവൻ്റെ മൈൻഡ് സെറ്റ് റോങ് ആയിരിക്കും, അവൻ്റെ അപ്രോച്ച് റോങ് ആയിരിക്കും, അവൻ്റെ എക്സ്പെക്ടേഷൻ റോങ് ആയിരിക്കും. അപ്പോൾ മാം പറഞ്ഞ പോലെ ഇപ്പോൾ മാമിൻ്റെ ഒരു ഫ്രണ്ട് 9 ലക്ഷം 2 ദിവസത്തിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഇത് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് നമുക്ക് വരും. ഓക്കെ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നമുക്കും ചെയ്യാൻ പറ്റണം. പക്ഷേ ചിലപ്പോൾ ഇയാൾ ഈ 9 ലക്ഷം ഉണ്ടാക്കിയത് 9 വർഷമായിട്ട് അയാൾ മാർക്കറ്റിലുള്ള ഒരാളായിരിക്കും, അയാളുടെ ക്യാപിറ്റലും ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ജെന്യൂനായിട്ട് ചെയ്യുക, വെരിഫൈഡ് പെൻഡലും കാണിക്കുക. ഇപ്പം ഞാനിപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുക, ഇപ്പോൾ 10 കോടി രൂപയിൽ ഈ പറഞ്ഞ 10 ലക്ഷം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ 1% ആയിരിക്കും. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് അത്രയ്ക്ക് റിസ്ക് എടുക്കാണ്ട് നമുക്ക് ഈ പറഞ്ഞ 10 ലക്ഷം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. പക്ഷെ നേരെ തിരിച്ച് ഫ്രഷ് ആയിട്ട് വരുന്ന ഒരാൾ അല്ലെങ്കിൽ 10 ലക്ഷം ക്യാപിറ്റൽ അല്ലെങ്കിൽ 1 ലക്ഷം ക്യാപിറ്റൽ ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ ആലോചിക്കുന്നത് ഇവൻ 1 ലക്ഷം വെച്ചിട്ട് 10 ലക്ഷം ഉണ്ടാക്കിയെന്നായിരിക്കും.
കാരണം ഒരു മൈൻഡ് സെറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ലോവർ ലെവലിൽ നിന്ന് ചെറിയൊരു ക്യാപിറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളും ഒരു വലിയ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി രണ്ട് എക്സ്ട്രീമാണ്. അപ്പോൾ 1 ലക്ഷം ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ മാർക്കറ്റിൽ നിന്നുള്ളൊരു എക്സ്പെക്ടേഷൻ 1 വർഷം കൊണ്ട് 1 കോടി ഉണ്ടാക്കാനായിരിക്കും. പക്ഷേ 1 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ സംബന്ധിച്ച് ആ 1 കോടി ചിലപ്പോൾ 20 ലക്ഷം പ്രോഫിറ്റ് 20% റിട്ടേൺ ഉണ്ടാക്കാനായിരിക്കും അയാളുടെ എക്സ്പെക്ടേഷൻ. പക്ഷേ 1 ലക്ഷം വെച്ച് മാർക്കറ്റിൽ വരുന്ന ഒരാളുടെ സംബന്ധിച്ച് അയാളുടെ എക്സ്പെക്ടേഷൻ ഈ 1 ലക്ഷം 1 കോടിയാക്കി മാറ്റാനാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ബിഗിനേഴ്സിന് കാര്യങ്ങൾ കൂടുതലും അൺറിയലിസ്റ്റിക് ആവുന്നതാണ് അവർക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ റിസ്ക് എടുക്കും. അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ ഡൗൺ സൈഡും കൂടുതലാണ്, നമ്മൾ വൈപ്പ് ഔട്ട് ആവും. നമ്മൾ ചില സ്ട്രീറ്റിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴേ ആദായ വിൽപ്പന എന്ന് പറയുന്ന വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കുക, ആദായം ആർക്കാ, ആദായം നമുക്കാണോ അവർക്കാണോ എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ചില പ്ലാറ്റ്ഫോംസ് ആദായം അവർക്കാണ്, പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ബിഗിനേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചതിന് ശേഷം എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊന്ന് പിച്ച വെച്ച് നടക്കാൻ ശ്രമിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇറങ്ങുമ്പം നമുക്ക് ഈ പിച്ച വെക്കാനോ അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള ആ കരയുന്നതിനോ പിന്നെ ആദ്യം നമ്മൾ പറയാൻ ശ്രമിക്കുന്ന വാക്കുകൾക്ക് ഇതിനൊന്നും ഒരു വാല്യൂമില്ല. നമ്മൾ വന്നു പിറ്റേ ദിവസം തന്നെ നമ്മളങ്ങ് ഡേ ട്രേഡ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്കൊക്കെ അങ്ങ് ജമ്പ് ചെയ്യുകയാണ്. പക്ഷേ ഈ ബിഗിനേഴ്സിന് ഒരു ചെറിയ റോൾ ഉണ്ടല്ലോ, അവർ വളരെ ഇമ്മച്വർ ആയിട്ടാണ് പലപ്പോഴും മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഒരു മെച്വേർഡ് എൻട്രി എങ്ങനെയാണ് പറ്റുന്നത്? അത് മാം അതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് ബ്രോക്കേഴ്സായിട്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് ബ്രോക്കേഴ്സ് പലരും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ബ്രോക്കേഴ്സിനെ സംബന്ധിച്ച് അവരുടെ റവന്യൂ എവിടെ നിന്നാണ് വരുന്നത്? ബ്രോക്കിംഗ് എവിടെ നിന്നാണ് വരുന്നത്? ഇൻട്രാഡേ ട്രേഡിംഗ് എന്നാണോ അതോ ഇക്വിറ്റി ട്രേഡിംഗ് എന്നാണോ? ഇൻട്രാഡേ F&O ട്രേഡിംഗ്, ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് എന്നാണ് ബ്രോക്കിംഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു ബ്രോക്കർ ആണെങ്കിൽ ഞാൻ എന്തായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്? ഇൻട്രാഡേ. നമുക്കറിയാം 99% അല്ലെങ്കിൽ 95% ആൾക്കാർക്കും ലോസ് ആണ് ഉണ്ടാകുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ്, ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ്. അപ്പോൾ മീ ആസ് എ ബിസിനസ് വാട്ട് വിൽ ഐ ട്രൈ ടു പ്രൊമോട്ട്? ഇൻട്രാഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റിങ്ങിനകത്ത് ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. Every Tom, Dick and Harry can make money by investing because we are still starting off. We have a long way to go. This decade is for India. Decade അല്ല, this century itself is for India. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റിംഗ് കൂടെ പൈസ ഉണ്ടാക്കാം. പക്ഷേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ത് നോക്കിക്കഴിഞ്ഞാലും ആൾക്കാർ എപ്പോഴും പുഷ് ചെയ്യുന്ന ട്രേഡിങ്ങാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുഷ് ചെയ്യുന്ന ആൾക്കാർക്ക് റവന്യൂ അല്ലെങ്കിൽ ഇൻകം വരുന്നത് ആൾക്കാർ ട്രേഡ് ചെയ്യുമ്പോഴല്ല, അല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ എങ്ങനെ ട്രേഡിങ്ങിനകത്തോട്ട് വരുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിട്ടാ. അപ്പോൾ ഇപ്പം നമുക്കറിയാം വാരൻ ബഫേ ഒരു ഇൻവെസ്റ്ററാണ്. പക്ഷേ അത് നമുക്ക് അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ട് തോന്നില്ല. നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് എപ്പോഴും ട്രേഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ട്രേഡിങ്ങിനകത്തോട്ട് ഫസ്റ്റ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ സംഭവം, ആൾക്കാർക്ക് എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്കുള്ളൊരു മിസ്കൺസെപ്ഷൻ, ട്രേഡിങ്ങിൽ നിന്ന് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്, ട്രേഡിങ്ങും ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. എൻ്റെ രണ്ടിൻ്റെയും നമ്മുടെ ഈ പറഞ്ഞ എന്താണോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് എന്താണോ രണ്ടും പബ്ലിക്കിന് വിസിബിളാണ്. നമ്മൾ തന്നെ സ്മോൾ കേസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ഉണ്ട്, എൻ്റെ തന്നെ ട്രേഡിങ്ങിൻ്റെ വെരിഫൈഡ് P&L കാണാൻ പറ്റും. രണ്ടിൽ നിന്ന് എനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻവെസ്റ്റിങ്ങിന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ ഒരു മിഡ് ക്യാപ് പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിങ്ങിനെക്കാട്ടും കൂടുതലാണ്. പക്ഷേ എന്നാൽ പോലും ആൾക്കാർ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്ന ട്രേഡിങ്ങിനകത്താണ്. അപ്പം ഇൻവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. നമുക്ക് ഇത്രയൊക്കെ ഹെഡേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യ ബീങ് എ ഗ്രോയിങ് കൺട്രി, സ്റ്റോക്സ് എങ്ങനെ വന്നാലും നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഒരു കോമൺ സെൻസ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നമ്മൾ പൈസ ഉണ്ടാക്കും. അപ്പോൾ ഇൻവെസ്റ്റിങ്ങിൽ തന്നെ കോമൺ സെൻസ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് എങ്ങനെ വന്നാലും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ട്രേഡിംഗ് അങ്ങനെയല്ല. ട്രേഡിംഗ് ഇസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. നമ്മൾ ഹൈലി സ്കിൽഡ് ആയിരിക്കണം. പിന്നെ ഇതൊരു ഹോബി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ ട്രേഡിങ്ങിൽ നിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്വിംഗ് ട്രേഡ്സോ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ അതൊരു ഫുൾ ടൈം കരിയറാണ്.